കുറേ നാളായി നമ്മൾ കാറിലൊക്കെ പോയി ഒരു യാത്രയായിട്ട് കുറേ നാളെ വണ്ടി എടുത്തിട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വേറെ ഒന്നുമില്ല, തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ഉള്ള കാഴ്ചകളൊക്കെ കാണാം. ആകെ മൊത്തം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട്, രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം ഒരു 7:30 മണിയോളം ആയിട്ടുണ്ട്. എന്തായാലും നേരെ നമുക്ക് പോകുന്നതിന് മുന്നേ വീട്ടിനടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലൂടെ കയറിയിട്ടാണ് കേട്ടോ പോയത്. നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്നൊരു ക്ഷേത്രമാണ്. കുറച്ചൊന്ന് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് മഴ അങ്ങോട്ട് തകർത്ത് പെയ്യാൻ തുടങ്ങി. മുന്നേ രാവിലെ നല്ല രീതിയിൽ പെയ്ത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പിന്നെയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല. കണ്ടില്ലേ, വെഞ്ഞാറമൂട് ആ ഒരു മാണിക്കോട് ശിവക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗമാണ് ഇത്. MC റോഡാണ് ഈ പോകുന്നത്. അവിടെയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മഴ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. ഒരു വിധത്തിൽ പോത്തൻകോടത്തെ ചെറിയ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നേരെ വെട്ട് റോഡ് വഴി കഴക്കൂട്ട് എത്താറായിട്ടുണ്ട്. നേരെ ആ കാണുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ബിൽഡിംഗ് ആണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആണ് ആ ഒരു കാണുന്നത്. നികുഞ്ച ഐ പാർക്ക് എന്നാണ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേര്. ഇനി ആ നേരെ കയറാൻ പോകുന്നത് നമ്മുടെ NH ഹൈവേയിലുള്ള ആ ഒരു കഴക്കൂട്ടം ബ്രിഡ്ജിലേക്കാണ് കേട്ടോ, ഒരു ഫ്ലൈ ഓവറിലേക്കാണ്. ഏകദേശം ഒരു 3 കിലോമീറ്ററിന് അടുപ്പിച്ചോളം ദൂരമുണ്ട് ഈ ഒരു പാലത്തിന്. ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഭയങ്കര കാറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ആ ബീച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ശക്തിയായ കാറ്റാണ് അടിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫുള്ള് വെയിലാണ്. മഴ പെയ്തതിൻ്റെ ഒരു അംശം പോലും കാണാനില്ല സത്യത്തിൽ. ഈ ഒരു കഴക്കൂട്ടത്തെ ചുറ്റുപാടുള്ള എല്ലാ ഏരിയകളും ഏകദേശം ഈ ഒരു പാലത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇടത് സൈഡിലാണെങ്കിൽ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഏരിയാസാണ് കൂടുതലായിട്ട് വരുന്നത്. എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ആ ഒരു വലത് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങൊക്കെ നമ്മുടെ കഴക്കൂട്ടത്തെ ഏകദേശം ഫേമസ് ആയൊരു ബിൽഡിങ്ങാണ്. ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിംഗ് എന്ന രീതിയിൽ പലരും വീഡിയോ ചെയ്തിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ. ആ നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. നേരിട്ട് പോലും ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടേ, ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നതാണെന്ന് തോന്നുന്നു. കാരണം തൊട്ടടുത്ത് തന്നെയാണ് അവിടെ എയർപോർട്ട് കൂടി വരുന്നത്. ആ കാണുന്നത് പൊട്ടുപോലെ കാണുന്നതാണ് ആ ഒരു ഫ്ലൈറ്റ്. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ഇൻഫോസിസ് UST ഗ്ലോബലൊക്കെ ആ ഉള്ളൊരു ഏരിയയിലാണ് കേട്ടോ. ഈ ഒരു ഏരിയ കുളത്തൂർ എന്നാണ് പൊതുവെ പറയുന്നത്. ഈ UST ഗ്ലോബൽ എന്ന് പറയുമ്പോഴത്തേക്ക് ലോകത്തിൽ തന്നെ 2 ഹെഡ് ഓഫീസേ ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തെന്ന് പറയുന്നതിൽ തന്നെ ഒരു അഭിമാനമാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ കാണുന്ന രീതിയല്ല കേട്ടോ. റോഡിൻ്റേതായാലും കെട്ടിടങ്ങളായാലും ആകെ മൊത്തം ഒരു വ്യത്യാസം തന്നെയുണ്ട്. കെട്ടിടങ്ങൾ തന്നെ പല രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ മുന്നേ കണ്ടിട്ടില്ലാത്ത ആ ഒരു ആർക്കിടെക്ചർ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നോക്കി, ആ ഒരു UST ഗ്ലോബലിൻ്റെ ഒരു റിസപ്ഷൻ ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി ഇൻഫോസിസിലേക്ക് വന്നാലോ, ആ ഒരു കപ്പലിൻ്റെ രീതിയിലാണ് ബിൽഡിങ്ങിൻ്റെ പണി ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരായാലും ഒന്ന് നോക്കിപ്പോകും. ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയമാണ് നിങ്ങൾ ഈ വലത് സൈഡിൽ കാണുന്നത്. SFSൻ്റെയൊക്കെ ഒരു ബിൽഡിങ്ങാണ്. അവിടെ തന്നെയാണ് ന്യൂസ് 18 ചാനലിൻ്റെ ആ ഒരു ബിൽഡിങ്ങൊക്കെ വരുന്നത്. ഒരുപാട് നല്ല വെറൈറ്റി കെട്ടിടങ്ങൾ നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു വിധത്തിൽ ആക്കുളം എത്തിയിട്ടുണ്ട് കേട്ടോ. ആക്കുളത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര നല്ലപോലെ വന്നു കഴിഞ്ഞാലും ആക്കുളം ജംഗ്ഷനിൽ വരുമ്പോഴത്തേക്ക് ട്രാഫിക്കിൽ പെട്ടു. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ആക്കുളം ബ്രിഡ്ജിലേക്കാണ് ഇനിയിപ്പോൾ കയറുന്നത്. ഇവിടെ വരുമ്പോൾ വേറൊരു ഫീലാണ്. ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ വേറൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും നേരം വന്ന പോലെയല്ല, വേറൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. അത് കാരണം ലുലു മാള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വലത് സൈഡിൽ നമുക്ക് ഈ ഒരു ആക്കുളം കായലിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും.
സത്യം പറഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ടർഫ് പോലെ തോന്നുമെങ്കിൽ അത് കിടക്കുന്ന മൊത്തം പായലാണ്. ഈ ലുലു മാള് ഓപ്പൺ ആക്കിയ ടൈമിൽ ഇതിനകത്ത് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ തിരിച്ചിറങ്ങാനുള്ള വഴി കണ്ടെത്താൻ വലിയ പാടുപെട്ടായിരുന്നു. ഇപ്പോഴും പിന്നെ പ്രശ്നമല്ല, ഇടയ്ക്കിടയ്ക്കുള്ള പോക്കുകൾ കാരണം എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പുറത്തു നിന്ന് കാണും പോലെയല്ല, അതിനകത്തുള്ള ലോകം എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. എല്ലാ കെട്ടിടങ്ങളും ഇതുപോലെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല ആർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പുറമേ നിന്ന് കാണുന്നവർക്കൊരു മനസ്സിനൊരു സന്തോഷമായിരിക്കും അല്ലേ. അങ്ങനെ ഒരു വിധത്തിൽ കറങ്ങിത്തിരിഞ്ഞ് ചാക്ക എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്ലൈ ഓവറിലൂടെയും ഹൈവേയിലൂടെയും പോകണോണ്ട് ഒരുപാട് ട്രാഫിക്കിലൊന്നും പെടാൻ പറ്റിയിട്ടില്ല. അതുമല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം കുറവാണ്. അങ്ങനെ തിരുവല്ലം ജംഗ്ഷനിലെത്തി. തിരുവല്ലത്തുള്ള ആ ഒരു പരശുരാമ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉള്ളൊരു ഒരു ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോഡ് കണ്ടില്ലേ, ഹൈവേ ആണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു കൺഫ്യൂഷനായി പോകും. കാര്യം നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി വണ്ടി വരും. സെയിം ലൈനിൽ തന്നെ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ള് കൺഫ്യൂഷനാണ്. പറഞ്ഞു തീർന്നില്ല, അധികം മഴ പെയ്യാൻ തുടങ്ങി. ആ ഇടത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മൈൻഡ് ഒന്ന് കാമായി കിട്ടും. അതിപ്പം വിശ്വാസമുള്ളവരാണെങ്കിലും വിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ പോകണമെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം നമുക്കൊരു പീസ് കിട്ടും, ഒരു സമാധാനം കിട്ടും ക്ഷേത്രങ്ങളിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക്. ക്ഷേത്രമായതുകൊണ്ടും ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ടും ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നുള്ള ചെറിയ കാഴ്ചകൾ, പുറമേ നിന്നുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് പകർത്തിയെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഞാനിരിക്കുന്നത് അവിടെയുള്ളൊരു ആൽമരത്തിൻ്റെ താഴെയാണ്. എന്ത് ഫീലിംഗ് ആണെന്നറിയാമോ? ഇത്രയും വെയിൽ വരുന്നുണ്ട്, എന്നാലും നമുക്ക് അതിൻ്റെ താഴെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു വെയിലിൻ്റെ ഫീലിംഗ് അറിയുന്നില്ല. അപ്പോൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി നല്ല രീതിയിൽ ശക്തിയായിട്ട് തന്നെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ക്ഷേത്രത്തിൽ കയറിയ ടൈമിൽ മഴ പെയ്യാത്ത എന്താണ്ട് നന്നായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കല്ലോ കേട്ടോ.